ഗുരുവിനും ഗുരുപരമ്പരയ്ക്കും പ്രണാമം. ജ്ഞാനജിജ്ഞാസുക്കൾക്കേവർക്കും വിനീത നമസ്കാരം. വർക്കല നാരായണ ഗുരുകുലം അധ്യക്ഷൻ മുനിനാരായണ പ്രസാദ സ്വാമി രചിച്ച അറിവിൻ്റെ ആദ്യപാഠങ്ങൾ എന്ന മഹത് ഗ്രന്ഥം വായന തുടരുകയാണ്. പാഠം 21. അറിവ് നാനാരംഗങ്ങളിൽ. ഗുരുജി, ജ്ഞാനത്തെ യഥാർത്ഥ ജീവിതത്തിൽ പ്രായോഗികമാക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നുള്ളതിൻ്റെ മറ്റു ചില വശങ്ങൾ കൂടി പറഞ്ഞു തരാമെന്ന് കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു. സദാചാരത്തെപ്പറ്റിയും ധാർമ്മികതയെപ്പറ്റിയും താൻ കേട്ടിട്ടില്ലേ? ഉണ്ട്. ചില ദിവസം ചില സ്പെഷ്യൽ ടീച്ചേഴ്സ് വന്ന് മൊറാലിറ്റിയെ പറ്റി പഠിപ്പിക്കാറുണ്ട്. അത് തന്നെയാണല്ലോ ധാർമ്മികത. തന്നെയാണ്. അവരെന്താണ് പഠിപ്പിക്കുന്നത്? നല്ലവരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണമെന്നും എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുമാണ് അവർ പഠിപ്പിക്കുന്നത്. ഈ വിഷയത്തെപ്പറ്റി മാത്രം പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രത്തിന്റെ പേരെന്താണ്? ഇംഗ്ലീഷിൽ എത്തിക്സ് എന്നാണ് അതിന് പേര്. നന്മയെന്താണ്, തിന്മയെന്താണ്, ജീവിതത്തിൽ നന്മയെങ്ങനെ കൈവരിക്കാം എന്നൊക്കെയാണ് അത് പഠിപ്പിക്കുന്നത്. അത് നല്ല രസമുള്ള ഒരു പഠനമായിരിക്കുമല്ലോ. ആണ്, നല്ല രസകരമായ പഠനമാണത്. വിശേഷിച്ചും നല്ലവരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്. എന്നെ അതൊന്ന് പഠിപ്പിച്ചു തരുമോ? ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല. അതിനെ സംബന്ധിക്കുന്ന നല്ലൊരു പുസ്തകം വാങ്ങി വായിച്ച് സ്വന്തമായി പഠിക്കാവുന്നതേ ഉള്ളൂ. അതിൽ വലിയ രഹസ്യ തത്വങ്ങളൊന്നുമില്ല. എന്നാലും അതിലുള്ള മർമ്മപ്രധാനമായ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു തരാം. അത് ടെക്സ്റ്റ് ബുക്കുകളിലൊന്നും കാണുകയുമില്ല. അതെന്താണ്? നിരപേക്ഷമായ നന്മ എന്നൊന്നുണ്ടോ? ചോദ്യം മനസ്സിലായില്ല. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എപ്പോഴും എവിടെയും ഒന്നിനെയും ആശ്രയിക്കാതെ നല്ലതായിട്ടിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഒരാളിന് നല്ലതെന്ന് തോന്നുന്നത് മറ്റൊരാളിന് ചീത്തയായി തോന്നാം. അതുപോലെ ഒരു സമയത്ത് നല്ലതായി തോന്നുന്നത് മറ്റൊരു സമയത്ത് ചീത്തയായി തോന്നാം. ഒരു നാട്ടിൽ നല്ലതായിരിക്കുന്നത് മറ്റൊരു നാട്ടിൽ ചീത്തയായി പരിഗണിച്ചെന്ന് വരാം. അപ്പോൾ സർവർക്കും സ്വീകാര്യമായ ഒരു ധർമ്മശാസ്ത്രം എങ്ങനെയുണ്ടാകും? ശാസ്ത്രം എപ്പോഴും എല്ലാവർക്കും എവിടെയും എക്കാലത്തും ഒരുപോലെ സത്യമായിരിക്കുന്നതായിരിക്കണം. അപ്പോൾ അങ്ങനെയൊരു ധർമ്മശാസ്ത്രം ഉണ്ടായിരിക്കണമെങ്കിൽ അതിന് ഒരിക്കലും മാറ്റം വരാത്ത തരത്തിലുള്ള അടിസ്ഥാനമായിരിക്കുന്ന ഒരു നിയാമക തത്വം വേണം. അത്തരം നിയാമക തത്വത്തെ ഇംഗ്ലീഷിൽ നോം എന്ന് വിളിക്കും. ഒരു നോമിനെ അടിസ്ഥാനമാക്കിയുള്ളതിനെയാണ് നോർമൽ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു നോം ഇല്ലാത്തതെല്ലാം അബ്നോർമലാണ്. ഏത് ധർമ്മശാസ്ത്ര പാഠപുസ്തകം പഠിച്ചു നോക്കിയാലും കാണാം അങ്ങനെയൊരു നിയാമക തത്വമില്ലാതെ അതെല്ലാം ഒരുമാതിരി അവ്യക്തതയിൽ തപ്പി നടക്കുകയാണെന്ന്. എന്നാൽ ഈശോവാസ്യ ഉപനിഷത്തിൽ ധർമ്മശാസ്ത്രത്തിന് അടിസ്ഥാനമായിരിക്കേണ്ട ഒരു നിയാമക തത്വം നമുക്ക് എടുത്തു കാണിച്ചു തരുന്നു. അതെന്താണ്? ഈ ലോകത്തിൽ താൻ മാത്രമേയുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ തനിക്ക് നല്ലയാളോ ചീത്തയാളോ ആകാൻ സാധിക്കുമോ? രണ്ടുമില്ല. എന്തുകൊണ്ട്?
കാരണം ഞാൻ നല്ലതോ ചീത്തയോ ആയിരിക്കുന്നത് മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ മാത്രമാണ്. ഇടപഴകാൻ മറ്റാരുമില്ലാത്തപ്പോൾ ഞാൻ നല്ലതോ ചീത്തയോ ആയിരിക്കുന്നതിൽ അർത്ഥമില്ല. ഉപനിഷത്തിൽ നമ്മൾ പഠിച്ചത് വെച്ച് നോക്കിയാൽ ജ്ഞാനിയായ ഒരാൾക്ക് മറ്റുള്ളവരോടുള്ള മനോഭാവം എന്തായിരിക്കും? അദ്ദേഹം തന്നെ തന്നെ മറ്റുള്ളവരിൽ കാണും, മറ്റുള്ളവരിൽ തന്നെ തന്നെ കാണും. ആ ജ്ഞാനിയും എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യാറുണ്ടല്ലോ. എല്ലാ പ്രവൃത്തിയും ആത്മസുഖത്തിന് വേണ്ടിയുള്ളതാണ് താനും. അത്തരത്തിൽ ജ്ഞാനി ചെയ്യുന്ന പ്രവൃത്തികൾ ഏതു തരത്തിലുള്ളതായിരിക്കും? അദ്ദേഹം എന്ത് ചെയ്താലും ഒരേ സമയം അത് തന്റെ സുഖത്തിനും മറ്റുള്ളവരുടെ സുഖത്തിനും വേണ്ടിയുള്ളതായിരിക്കും. കാരണം തന്നെ തന്നെയാണ് അദ്ദേഹം മറ്റുള്ളവരിലും കാണുന്നത്. ആ പ്രവൃത്തി നല്ലതായിരിക്കുമോ? നല്ലതല്ലാതെ വരാൻ നിവൃത്തിയില്ല. ഇത് വെച്ചുകൊണ്ട് നോക്കുമ്പോൾ നന്മതിന്മകളെ വേർതിരിച്ചറിയുന്നതിനുള്ള ഒരു നോം അഥവാ അളവുകോൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്വന്തം സുഖം ഉറപ്പുവരുത്തുന്നതോടൊപ്പം മറ്റുള്ളവരുടെ സുഖവും ഉറപ്പുവരുത്തുന്ന പ്രവൃത്തി നല്ലതാണ്. തനിക്ക് സുഖമുണ്ടാക്കുകയും മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാക്കുകയും ചെയ്യുന്ന പ്രവൃത്തി തിന്മ നിറഞ്ഞതാണ്. ഇത് ധർമ്മശാസ്ത്രത്തിന് നൽകാവുന്ന നല്ലൊരു ഉറച്ച അടിത്തറയാണെന്ന് തോന്നുന്നു. ഉപനിഷത്ത് നമുക്ക് പകർന്നു തരുന്ന അറിവിന്റെ മറ്റൊരു പ്രായോഗിക വശമാണിത്. ഇനിയുമുണ്ടോ ഇമാതിരിയുള്ള പ്രായോഗിക വശങ്ങൾ? ധാരാളമുണ്ട്. അങ്ങനെ ചില പ്രത്യേക കാര്യങ്ങൾ മാത്രമല്ല, സ്വന്തം ജീവിതത്തെ മുഴുവൻ ഈ അറിവിന്റെ പ്രായോഗിക വശമാക്കി തീർക്കാൻ സാധിക്കും. ജീവിതത്തിൽ ഭയമില്ലാതായി തീരുക എന്നുള്ളത് ഇതിന്റെ ഒരു പ്രായോഗിക പ്രയോജനമായി നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ആധുനിക ലോകത്തിലെ ഉന്നതാദർശങ്ങളായ സ്വാതന്ത്ര്യം, സാഹോദര്യം, സമത്വം എന്നിവയൊക്കെ ഈ അറിവിന്റെ പ്രായോഗിക വശങ്ങളാണെന്ന് കരുതാം. ഗുരുജി, ഈ അറിവിനെ ആധുനിക കാലത്തെ രാഷ്ട്രതന്ത്രത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും പ്രയോഗിച്ച് കാണാൻ സാധിക്കുമോ? തീർച്ചയായും സാധിക്കും. ഈ അറിവിന്റെ പ്രത്യേകത മനുഷ്യജീവിതത്തിലെ ഏതു രംഗത്തും അതിന് പ്രയോഗക്ഷമതയുണ്ട് എന്നുള്ളതാണ്. ഏത് രംഗത്ത് പ്രയോഗിച്ചാലും അവിടെയെല്ലാം മനുഷ്യരാശിയെ ഒന്നായി കാണാനല്ലാതെ പല വിഭാഗങ്ങളായി തിരിച്ചു കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ലോകത്തെ മുഴുവനും കൂടി ഒരൊറ്റ രാജ്യമായി കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ സംവിധാനത്തിന് രൂപം നൽകാവുന്നതാണ്. അങ്ങനെയൊരു സംവിധാനക്രമത്തിൽ മനുഷ്യരാശിയുടെ മുഴുവൻ സാമ്പത്തിക ഐശ്വര്യത്തെയും ഭദ്രതയെയും കണക്കിലെടുക്കുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രവും അതിന് പിൻബലം നൽകാനായി ഉണ്ടായിരിക്കണം. ഇന്ന് നമുക്കറിയാവുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളും സാമ്പത്തിക ശാസ്ത്രങ്ങളുമൊക്കെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭൂവിഭാഗത്തിലെ ജനങ്ങളെ മാത്രം കണക്കിലെടുത്തുകൊണ്ട് രൂപം നൽകിയിട്ടുള്ളതാണ്. നമുക്കിനി വേണ്ടത് മനുഷ്യരാശിയുടെ മുഴുവൻ സംതൃപ്തി ഉറപ്പുവരുത്തുന്ന ഒരു രാഷ്ട്രീയ ഭരണക്രമമാണ്. ഉപനിഷത്തിലെ അറിവിന്റെ പ്രയോഗക്ഷമത അനന്തമായി പരന്നു കിടക്കുകയാണെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെയാണ്. പാഠം 21 സമാപിച്ചു. എല്ലാവർക്കും നന്ദി, നമസ്തേ.